ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാനോ? നിനക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോ മോളെ? അല്ല, നിന്റെ അച്ഛൻ ഇതൊക്കെ സമ്മതിക്കുമോ? അച്ഛൻ്റെ അടുത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. അച്ഛന് വേറെ കുഴപ്പമൊന്നുമില്ല. നിന്റെ അച്ഛന് കുഴപ്പമില്ലായിരിക്കും, പക്ഷെ എനിക്ക് കുഴപ്പമുണ്ട് മോളെ. ഒന്നുമില്ലെങ്കിൽ നീ ഒരു ബാങ്ക് ഓഫീസർ അല്ലേ? നീ കണ്ണിൽ കണ്ട ഷോർട്ട് ഫിലിമൊക്കെ അഭിനയിച്ചുകൊണ്ട് നടന്നാലേ നിനക്ക് അവിടെ എന്ത് വില ഉണ്ടാവും? അച്ഛൻ വിചാരിക്കുന്ന പോലൊന്നും അല്ല. എന്നെ ഇപ്പോൾ വിളിച്ച ടീം ഒരുപാട് സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള കണ്ടന്റ് ചെയ്യുന്നവരാ. മോളെ, നീ എന്തൊക്കെ പറഞ്ഞാലും ഒരു സിനിമാക്കാരി തന്നെയല്ലേ? ഫുള്ളും കള്ളും കഞ്ചാവും ഒക്കെ ആയിരിക്കും. നീ പത്രത്തിൽ വരുന്നൊന്നും വായിക്കാറില്ലേ? നമുക്കിനി ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ചർച്ചയൊന്നും വേണ്ട. നിങ്ങൾക്ക് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാവാത്തതുകൊണ്ടാണ് വെറുതെ ഇടം തർക്കിക്കുന്നത്. എടാ മോനെ, നിനക്കെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ? ഞാൻ അപ്പോഴേ നിങ്ങളടുത്ത് പറഞ്ഞതാ ഇതൊന്നും അച്ഛൻ്റെ അടുത്ത് പറയാൻ നിൽക്കണ്ടെന്ന്. ഇപ്പൊ സമാധാനമായല്ലോ. എടി, നീ ഇപ്പൊ പറയാണ്ട് അഭിനയിക്കാൻ പോയിട്ട് അത് അച്ഛൻ അറിഞ്ഞ ഇതിലും വലിയ പ്രശ്നമാകത്തില്ലേ? എന്തോന്ന് പ്രശ്നം ഉണ്ടാവാൻ? നിങ്ങൾ എനിക്ക് വേണ്ടി വാ തുറന്ന് സംസാരിച്ച് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവൂല. ഞാൻ എത്ര ട്രൈ ചെയ്തിട്ടാണെന്ന് അറിയാവോ എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. എടി, സാരമില്ല, നിനക്ക് അച്ഛൻ്റെ സ്വഭാവം അറിയാലോ, നമുക്കത് വിട്ടേക്കാം. വിട്ടേക്കാനാ? ഞാൻ എന്തായാലും പോവും. എന്റെ ആരെയും നീ അലമ്പുണ്ടാക്കരുത്. നീ അച്ഛൻ പോകണ്ടെന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അത് അതിലും വലിയ പ്രശ്നമാകത്തില്ലേ? അതുകൊള്ളാം. നിങ്ങളുടെ അച്ഛൻ തീരുമാനിക്കുന്ന പോലെയാണോ ഞാൻ ജീവിക്കേണ്ടത്? എന്റെ ഭർത്താവായി നിങ്ങൾക്കോ എന്റെ അച്ഛനോ ഒരു പ്രശ്നമില്ലല്ലോ. പിന്നെ നിങ്ങളുടെ അച്ഛന് വേണ്ടി എന്റെ ആഗ്രഹങ്ങൾക്ക് ഞാൻ മാറ്റി വെക്കണമായിരിക്കും. നീ എനിക്ക് ടെൻഷൻ തരാതെ. നീ ആലോചിച്ച് നോക്കി, ആ ഷോർട്ട് ഫിലിം ഇങ്ങനെ അച്ഛൻ കണ്ടുള്ള അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അടുത്ത് പേടിക്കുന്നത്? യൂട്യൂബിൽ ഓരോ മാസം ലക്ഷക്കണക്കിന് ഷോർട്ട് ഫിലിം ഇറങ്ങുന്നത്. അതൊക്കെ നിങ്ങളുടെ അച്ഛൻ കണ്ടോണ്ടിരിക്കാൻ പോവല്ലേ? അല്ല, ഇനി കണ്ടാലും എനിക്കൊരു പ്രശ്നമില്ല. അമ്മ, നമുക്കേ ഈ കറങ്ങിട്ട് നേരെ ഒരു സിനിമയ്ക്ക് പോയാലോ? സിനിമയ്ക്ക്? അത് സെക്കൻഡ് ഷോയ്ക്ക്. ഇവിടുത്തെ അച്ഛന് സിനിമയ്ക്ക് പോകണമെന്നൊന്നും ഇഷ്ടമല്ല. നിനക്കൊരു കാര്യം അറിയോ? ഞാൻ അവസാനമായിട്ട് തിയേറ്ററിൽ പോയി കണ്ടത് സ്ഫടികമാണ്. ശരിക്കും? ഇത് രണ്ടുപേരും വേഗം ഒന്ന് ഇറങ്ങ്. ലേറ്റായി കഴിഞ്ഞാൽ അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. വരുന്നു അമ്മ. എങ്ങോട്ടാ? അച്ഛാ, കനകുന്നില് ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്നത്, ഞങ്ങളൊന്ന് കാണാനായിട്ട്. ഈ പിള്ളേരുടെ കൂടെ നീയും പോവാണ്? നീ ഇപ്പൊ എന്തിനാ പോണേ? അല്ലച്ച, അമ്മയുടെ ബോറടിച്ചിരിക്കുമല്ലേ, അതാ ഞങ്ങൾ പിന്നെ. ബോർഡ് മാറ്റാൻ പറ്റിയ സ്ഥലം. കനാക്കുന്നിൽ 2 ലൈറ്റ് എടുത്തിട്ട് കഴിഞ്ഞാലേ പിന്നെ ഈ ട്രിവാൻഡ്രത്തുള്ള മൊത്തം ആൾക്കാർ അവിടെ കാണും. ആ തിക്കിലും തിരക്കിലും പോയി ഇടികൊള്ളാൻ പോവാണ്. പിള്ളേർ പോയിട്ട് വരട്ടെ, എല്ലാത്തിനും നീ കൂടെ പോയാൽ ഞാൻ എന്തോ എടുത്ത് വെച്ച് കഴിക്കും. രാത്രിത്തെ ഫുഡ് എടുത്തു വെച്ചിട്ടുണ്ട്. എന്തായാലും നീ പോണ്ട. കല്യാണം കഴിഞ്ഞ് പുതുമോടിയിൽ അവർ പോകുന്നതിനിടയ്ക്ക് നീ എന്തിനാ പോണേ? മക്കളെ, നിങ്ങൾ പോയിട്ട് വാ. പിന്നെ ഒത്തിരി ലേറ്റ് ആക്കണ്ട. 9:00 വീട്ടിലെത്തണേ. മക്കളെ പോയിട്ട് വാ. എനിക്ക് അത്രയും ദൂരം നടക്കാൻ പറ്റില്ല. എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ഞാൻ പുള്ളിയോട് ഒന്ന് ചോദിക്കട്ടെ. ഇമാതിരി എക്സ്ക്യൂസ് എൻ്റെ അടുത്ത് വേണ്ട. ഈ ട്രിപ്പിന് താൻ വന്നേ പറ്റൂ. നമ്മുടെ കോളേജ് റീയൂണിയന് താൻ ഒഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. എനിക്ക് US നിന്ന് ഇതിനു വേണ്ടി വരാമെങ്കിൽ ഇവിടെ കിടക്കണത് എനിക്ക് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ. ഏതായാലും ഞാൻ പുള്ളിയോട് ഒന്ന് ചോദിച്ചിട്ട് നാളെ തന്നെ വിളിച്ച് പറയാം. എടോ, ലൈഫിൽ ഇതുപോലുള്ള മോമെൻറ്റ്സ് വല്ലപ്പോഴേ കിട്ടൂ. അത് താൻ മിസ്സാക്കരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ബാക്കിയൊക്കെ തൻ്റെ ഇഷ്ടം. ആരാ അമ്മ? എൻ്റെ പഴയ ക്ലാസ്മേറ്റാ.
കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ കോളേജിലെ റീയൂണിയൻ ആയിരുന്നു. അവിടെ വെച്ച് എല്ലാവരും മണാലിക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുക. ആണോ അമ്മ? അമ്മ എപ്പോഴാ പോകുന്നേ? ഞാനാ ഇവിടെ കൊല്ലത്ത് റീയൂണിയൻ വെച്ചപ്പോഴേ എന്നെ വിട്ടില്ല, പിന്നെയാണ് മണാലിക്ക്. അച്ഛൻ വിട്ടില്ലെങ്കിൽ അമ്മ പോകൂലേ? അമ്മ എന്താ അമ്മ ഇങ്ങനെ? അമ്മ എടുത്ത് പെർമിഷൻ ചോദിച്ചിട്ടാണോ അച്ഛൻ ഓരോടത്തും പോകുന്നത്? അല്ല, ഇനി അച്ഛൻ്റെ അടുത്ത് അമ്മ എവിടെയെങ്കിലും പോണ്ടെന്ന് പറഞ്ഞാൽ അച്ഛൻ പോവാതിരിക്കോ? അതൊക്കെ വിട്. അമ്മയ്ക്ക് ട്രിപ്പ് പോകാൻ ആഗ്രഹമുണ്ടോ? നടക്കാത്ത കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ട് കാര്യമുണ്ടോ അവിടെ? ഇല്ലെങ്കിൽ കോളേജിൽ പഠിച്ചതുപോലെയാണോ ഇപ്പം നിങ്ങളാണ് എൻ്റെ എല്ലാം. നിങ്ങളുടെ സന്തോഷം തന്നെയാണ് എനിക്ക് വലുത്. ഇത് തന്നെ അമ്മയുടെ പ്രശ്നം. അമ്മ ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം ഇങ്ങനെ ജീവിക്കാതെ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ നോക്ക്. അമ്മ, ഈ പണ്ട് കൂടെ പഠിച്ച ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ട്രിപ്പ് പോകാന്ന് വെച്ചാൽ അത് റെയറായിട്ട് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയാണ്. അതുകൊണ്ട് അച്ഛൻ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അമ്മ പോകണമെന്ന് തന്നെ എൻ്റെ ആഗ്രഹം. ഞാൻ ഇറങ്ങാം അമ്മ. ആ ഹലോ. ആ മരുമോ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ച? ഷോർട്ട് ഫിലിമാ? ഞാൻ ഇതുവരെ കണ്ടില്ലേ. സൂപ്പറായിട്ടുണ്ട് കേട്ടാ. വോയിസ് പറഞ്ഞിട്ടാണ് എനിക്ക് ആള് മനസ്സിലായത്. നീ ഇങ്ങനെ ഞാൻ വെട്ടാം. നീ ആ ടൊമാറ്റോ ഒന്ന് എടുത്തിട്ടോ. ആര്യ നിക്ക്. നീ നമ്മളാരും അറിയാതെ പോയി ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചല്ലേ? ഒരു അക്ഷരം വേണ്ടി പോയത്. ഞാൻ കണ്ടു നിന്റെ ഷോർട്ട് ഫിലിം. കണ്ണി കണ്ടവനോടൊക്കെ കറങ്ങി നടക്കണത്. ഈ വീടിനൊരു അന്തസ്സുണ്ട്, അത് നീയായിട്ട് കളഞ്ഞു വിളിക്കരുത്. അച്ഛൻ എന്ത് പറ്റി? എന്താ പ്രശ്നം? നിന്റെ ഭാര്യ എടുത്ത് തന്നെ ചോദിക്കും. ഞാൻ അത്രയും പറഞ്ഞിട്ട് അവള് പോയി ഷോർട്ട് ഫിലിം അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ എന്റെ വാക്കിന് അവള് പട്ടിയുടെ വിലയല്ലേ കൊടുത്തിട്ടുള്ളൂ. അച്ഛാ, അവൾക്ക് അഭിനയിക്കാൻ അത്ര ഇഷ്ടം ഉണ്ടായിട്ടാ. കുറെ കഷ്ടപ്പെട്ട് കിട്ടിയൊരു അവസരം അത്. ഓഹോ, അപ്പൊ നീയും കൂടെ അറിഞ്ഞിട്ടാണോ നാണയല്ലടാ ഭാര്യ അഭിനയിക്കാൻ വിടാൻ? അച്ഛാ, ഈ വീടിനെ മുഴുവൻ നാണം കെടുത്തുന്ന ഒരു കാര്യമാണ് ഞാൻ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ഛന് ചിലപ്പോൾ ഈ സിനിമ അഭിനയൊന്നും ഇഷ്ടമല്ലായിരിക്കും എന്നും പറഞ്ഞു ഞങ്ങൾ ആരും അത് ഇഷ്ടപ്പെടാൻ പാടില്ല എന്ന് പറയുന്നത് എവിടത്തിനായോ? ആര്യ, അച്ഛൻ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രം ഈ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത്. പക്ഷെ തിരിച്ചു വച്ച എനിക്ക് ആ വാല്യൂ തരുന്നുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ വിടുമായിരുന്നു. ഇതിപ്പോ അച്ഛന് വേണ്ടി എന്റെ ഇഷ്ടങ്ങളൊക്കെ ഞാൻ മാറ്റിവെച്ച അവസാനം ഇവിടുത്തെ അമ്മയുടെ അവസ്ഥയാവും എനിക്കും. അമ്മയുടെ അവസ്ഥയോ? അമ്മയ്ക്ക് ഈ വീട്ടിൽ എന്താ കുറവ്? ഇത്രയും കാലത്തിനിടയിൽ ഈ വീട്ടിൽ നിന്ന് ഒരു സാധനം വാങ്ങാൻ പോലും പുറത്തിറങ്ങേണ്ടി വന്നിട്ടില്ല, അറിയോ? അച്ഛൻ ഇപ്പൊ പറഞ്ഞില്ലേ, അത് തന്നെ അമ്മയുടെ പ്രശ്നം. ഇത്രയും നാളായിട്ട് അമ്മ ഈ വീടിന്റെ പുറത്തു പോലും ഇറങ്ങിയിട്ടില്ല. അമ്മയുടെ ലോകം എന്ന് പറയുന്നത് നിങ്ങളും ഈ വീടും മാത്രം. അച്ഛനറിയോ, അമ്മയ്ക്ക് ഈ സിനിമയ്ക്ക് പോകുന്നതും പുറത്തു പോകുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടം. അച്ഛൻ ഒരിക്കലെങ്കിലും അമ്മ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് അമ്മയുടെ ഇഷ്ടങ്ങൾ എന്താണെന്നെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ആഴ്ച അമ്മയുടെ കോളേജിലെ റീയൂണിയൻ ആയിരുന്നു. അമ്മ അവിടെ പോവാൻ ഒരുപാട് ആഗ്രഹിച്ചതാ. പക്ഷെ അച്ഛൻ പറഞ്ഞത് ഒറ്റ കാരണം കൊണ്ട് അമ്മ അവിടെ പോവാതിരുന്നത്. പ്ലീസ് അച്ഛ, ഇനിയെങ്കിലും അമ്മയുടെ ആഗ്രഹങ്ങളൊന്ന് മനസ്സിലാക്ക്.
നമ്മൾ ആദ്യമായിട്ട് മണാലി പോയി കേട്ടോ. അവിടെ പോകുമ്പോൾ മല എത്രയും മഞ്ഞ് ഫുള്ള് ഇങ്ങനെ റോഡിൽ ഇങ്ങനെ പോകുമ്പോൾ തന്നെ അറിയാം നല്ല മഞ്ഞ് ഇതുമായിട്ട്. അവിടെ പോയപ്പോൾ എല്ലാവരും മഞ്ഞ് ആദ്യമായിട്ട് കാണാനില്ലേ, കണ്ടപ്പോൾ മാറി എല്ലാവരും എടുത്തെടുത്ത് എറിഞ്ഞ്. അപ്പോൾ സത്യം പറഞ്ഞാൽ അമ്മ ട്രിപ്പ് അടിച്ചു വിളിച്ചല്ലേ? പിന്നെ അല്ലേ, സത്യം പറഞ്ഞാൽ എനിക്ക് ഇതൊന്നും കണ്ടിട്ട് മതിയായില്ല. വല്ലപ്പോഴും ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഒരു ടൂർ പോകണം. അമ്മ ഇത് വെറും തുടക്കം മാത്രം. നമുക്കേ ഇനി ഒരു ലേഡീസ് ട്രിപ്പ് അടിക്കാം. മോളെ നീ ഉള്ളതുകൊണ്ടാണ് അമ്മയ്ക്ക് ഇതൊക്കെ ഒന്ന് കാണാൻ പറ്റിയത്. ഈ ട്രിപ്പ് എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കില്ല. മക്കളുടെ കല്യാണം കഴിഞ്ഞാലും അവരുടെ ജീവിതത്തിലെ പല തീരുമാനങ്ങളിലും കയറി ഇടപെടുന്ന ചില അച്ഛന്മാരുണ്ട്. അവരുടെ നല്ലതിന് വേണ്ടിയെന്ന് വിചാരിച്ചായിരിക്കും നിങ്ങൾ പല അഭിപ്രായങ്ങൾ പറയുന്നത്. പക്ഷേ ഈ ഒരു കാര്യം തന്നെ മക്കളുടെ ദാമ്പത്യ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഈ ചിത്രത്തിൽ തന്നെ മരുമകളുടെ ആഗ്രഹങ്ങളെ അമ്മായി അച്ഛൻ എതിർക്കുകയാണ്. അങ്ങനെ എതിർക്കുമ്പോൾ അവിടെ നാച്ചുറലി എന്താണ് സംഭവിക്കുന്നത്? മരുമകൾക്ക് അമ്മായി അച്ഛനോട് ചെറിയൊരു ഇഷ്ടക്കേടുണ്ടാവും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മക്കൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുന്നു നിങ്ങളുടെ ഒന്ന് പറയുമ്പോൾ അവർ നിങ്ങളുടെ പെർമിഷൻ ചോദിക്കുമല്ലോ, മറിച്ച് നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നുള്ളതുകൊണ്ട് ആ കാര്യം നിങ്ങളെ ജസ്റ്റ് അറിയിക്കുകയാണ്. അങ്ങനെ അവർ അറിയിക്കുമ്പോൾ അത് ചെയ്യണ്ടെന്ന് പറയാനും അവർക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കാനും നിങ്ങൾക്ക് അധികാരമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലെ ശരിയും തെറ്റും അവർക്ക് പറഞ്ഞു കൊടുക്കാം. പക്ഷെ അപ്പോഴും ആ തീരുമാനം, അതായത് ആ ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടത് അവർ തന്നെയാണ്. ഇനി സ്വന്തം ഇഷ്ടങ്ങളൊക്കെ മറന്ന് മക്കൾക്കും ഭർത്താവിനും വേണ്ടി മാത്രം ജീവിക്കുന്ന അമ്മമാരോടൊരു കാര്യം, നിങ്ങൾ പെർമിഷന് വേണ്ടി കാത്തിരുന്നു ഭർത്താവിനെ പേടിച്ചുമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാതെ പോകുന്ന ഒരു ലോകമുണ്ട്. ഒരുപാട് നല്ല മൊമെൻറ്റ്സ് ഉണ്ട്. അതൊക്കെ ഇനിയെങ്കിലും മിസ്സാക്കരുത്. ലൈഫ് ഒന്നേ ഉള്ളൂ. അതിൽ ഓർത്തു വയ്ക്കാനുള്ള ഒരുപാട് നല്ല മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഇനി ഈ വീഡിയോ കാണുന്ന അച്ഛന്മാരോട് എൻ്റെ ഒരു ചെറിയ റിക്വസ്റ്റ്, നിങ്ങളിപ്പോൾ തന്നെ ഈ മൊബൈലൊക്കെ മാറ്റി വെച്ച് നിങ്ങളുടെ വൈഫിൻ്റെ അടുത്ത് പോയിട്ട് അവരുടെ ആഗ്രഹം എന്താണെന്ന് ചോദിക്കും. ഏതായാലും നമ്മുടെ അമ്മമാർക്ക് ഭയങ്കര ഭീകരമായ ആഗ്രഹങ്ങളൊന്നും കാണില്ല. അവർക്ക് നിങ്ങളുടെ കൂടെ ഒരു സിനിമയ്ക്ക് പോകണമെന്നോ അല്ലെങ്കിൽ ബീച്ചിൽ പോകണമെന്നൊക്കെ ആയിരിക്കും. ആ ആഗ്രഹം ഒന്ന് സാധിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്താൽ ഇപ്പം തന്നെ അവരുടെ ഉള്ളിൽ നിന്നുള്ളൊരു സന്തോഷം നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളത് ചെയ്യുമെന്ന് പ്രതീക്ഷയും. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. അമ്മായി അച്ഛന്മാർ മക്കളുടെയും മരുമക്കളുടെയും ലൈഫിലെ തീരുമാനങ്ങളിൽ ഇടപെടുന്നത് ശരിയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ അമ്മമാരുടെ ജീവിതം വീട്ടിലെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി പോകാതിരിക്കാൻ തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യും. ഓരോ ആഴ്ചയിലും SK ടോക്സിലൂടെ നമ്മൾ കൊണ്ടുവരുന്ന ഷോർട്ട് ഫിലിംസ് പല ജീവിതങ്ങളെ ഡീപ്ലി ഇമ്പാക്റ്റ് ചെയ്യുക, പല കുടുംബങ്ങളിൽ സന്തോഷം കൊണ്ടുവരികയാണ്. ഇത്തരം സ്റ്റോറീസ് നിങ്ങൾക്ക് ഞങ്ങളുമായി പങ്കുവയ്ക്കും. ഇനി നമ്മുടെ ഫാമിലിയുടെ ഭാഗമായിട്ട് ഒത്തിരി പോസിറ്റീവ് മെസ്സേജ് സ്പ്രെഡ് ചെയ്യുക. SK ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SK ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേ നൽകുന്ന India's #1 language academy. IELTS, OET, German, PT, French, NCLEX, NEETU's Academy.